ഹായ്. ലീഗന്മാരോടാണ്, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളോടാണ്. ഇനിയും നിങ്ങൾ ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള മേനോൻ എന്ന വ്യക്തിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ, അതായത് ബുധനാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ഡൽഹിയിൽ പോയിട്ട് വന്ന പ്രതികരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്ന ഒരിടത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഡൽഹിയിലെത്തിയ വ്യക്തി, ആ വ്യക്തി സ്വാഭാവികമായിട്ടും എന്തിനോടാണ്, കാര്യം സംഘപരിവാറിനെതിരെ ഈ നാട്ടിലെ ചെറുപ്പങ്ങൾ ഒന്നടങ്കം ഒരിടത്ത് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ്? ആ യുവത്വങ്ങളുടെ പ്രതിഷേധത്തിനല്ലേ? ഒരു മുഖ്യമന്ത്രി എന്ന പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി അവർക്ക് ആ വേദിയിൽ ചെന്ന് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ ഈ അഭിജിത് ദീപ്കയും അല്ലെങ്കിൽ സോനം വാങ്ചുങ്ങിനെ പോലുള്ളവർ നടത്തിയ നിരാഹാര സമരവും അവരുടെ പ്രതിഷേധ സമരവേദിയിലേക്ക് ഒന്ന് പോയി പിന്തുണ കൊടുക്കുന്നതാണല്ലോ സംഘപരിവാർ വിരുദ്ധ പ്രതികരണത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ സൈൻ എന്ന് പറയുന്നത്. പക്ഷേ മേനോൻ അത് ചെയ്തില്ല. ചെയ്യാത്തതും പോട്ടെ, എന്നിട്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഒരു കേക്ക് മുറിക്കാൻ വിളിച്ചപ്പോൾ ചെന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ വാർത്താ സമ്മേളനത്തിൽ അയാൾ പറയുന്ന വാചകങ്ങൾ കേട്ടിട്ട് അയാളുടെ ഉള്ളിൽ ഈ നാട്ടിൽ നടക്കുന്ന യഥാർത്ഥ ജനകീയ പ്രക്ഷോഭങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അയ്യോ, ഞാൻ അവിടെ ഇരുന്നെങ്കിൽ ജയിലിൽ പോയതിനെ, ഇന്ന് ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. ക്യാബിനറ്റൊക്കെ ആർക്കടോ? ഈ രാജ്യം ഉണ്ടെങ്കിലല്ലേ നാളെ ഇവിടെ ഈ സ്റ്റേറ്റുകൾക്ക് ക്യാബിനറ്റ് കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടിയ അധികാരം വെച്ചിട്ട് അയാൾ നിരുത്തരവാദപരമായി സംസാരിക്കുന്ന ഒരു രീതി കൂടി കാണണം. അവിടെ നിന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താവശ്യമാണോ അത് നല്ല വിദഗ്ധമായി, നല്ല മനോഹരമായിട്ട് മധുരം പുരട്ടുന്ന ഭാഷയിൽ സംസാരിക്കുന്ന വൈദഗ്ധ്യത്തിനപ്പുറം ഇയാൾ ഒരു അകം പൊള്ളയായിട്ടുള്ള വ്യക്തി എന്ന് തെളിയിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറയാൻ വേണ്ടി പോയതാണ്. അദ്ദേഹത്തെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തി. അല്ലല്ല, അതിപ്പോൾ ഞാൻ എങ്ങനെ പോകണം, ഏത് രീതിയിൽ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് നടത്തണമെന്നുള്ള അനുവാദമെങ്കിലും എനിക്കിതാ. അതുകൂടി നിങ്ങൾ തീരുമാനിക്കല്ലേ. ഇന്നലെ അവിടെ സമര ദിവസമല്ലേ, ഇന്നലെ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാറുണ്ട്. പോകുമ്പോൾ അവരായിട്ടുള്ള അപ്പോയിൻമെന്റ്സ് എല്ലാം ഇന്നലെ എടുത്തിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ, കോൺഗ്രസ് നേതാക്കന്മാരെ കാണാൻ മാത്രമല്ല, ഡൽഹിയിൽ വേറെ ഒരുപാട് ആളുകളെ കണ്ട്. ഡൽഹിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ചർച്ച ചെയ്ത്. ഡൽഹിയിലെ കേരള ഹൗസിന്റെ കാര്യം, കപൂർത്തല പ്ലോട്ടിന്റെ കാര്യം, മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൂടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പ്രാഥമികമായ തീരുമാനങ്ങൾ. അത് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള ആ കാര്യങ്ങൾ കൂടിയാണ് പോയത്. നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ അവിടെയുണ്ട്. പക്ഷെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് സമരങ്ങൾ നടന്നതുകൊണ്ട് എല്ലാവരുമായിട്ടും കൂടിക്കാഴ്ച കഴിഞ്ഞ് എനിക്ക് ഇന്ന് ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇന്നലെ ജയിലിൽ പോയില്ലായിരുന്നു. അത് ഞാൻ ക്യാബിനറ്റ് ഉള്ളതുകൊണ്ട് തിരിച്ച് എൻ്റെ ഫ്ലൈറ്റ് 8 മണിക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ എന്നോട് പറഞ്ഞാണ് ഫ്ലൈറ്റിൻ്റെ സമയമായി പോകണം. ഞാൻ കേരള ഹൗസിൽ നിന്ന് എയർപോർട്ടിൽ എത്തുമ്പോഴാണ്. അപ്പോഴും ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് കഴിഞ്ഞ കുറെ കാലമായി ഇത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ ചിന്താശേഷിയില്ലായ്മ. നിങ്ങളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത് എന്താണെന്ന് നല്ല ബോധ്യമുള്ള കപടന്മാർക്ക് നിങ്ങളെ ഇങ്ങനെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. നിങ്ങളോട് ശരിയുടെ പക്ഷത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് മതവും മതവികാരവും ഒക്കെ നുള്ളിയിട്ട് അത് ഉണർത്തിക്കൊണ്ട് നിങ്ങളെ ശരിയായ കാര്യങ്ങൾ വിലയിരുത്താൻ അനുവദിക്കാതെ, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അനുവദിക്കാതെ ഇവർ നിങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, 3 നേരം മതമുരുട്ടിക്കഴിച്ചാൽ നിങ്ങളുടെ ഈ നാട്ടിലെ സമാധാന ജീവിതം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി ആദ്യം മനസ്സിലാക്കും. ഇത്രയും കാലവും നിങ്ങൾ അത് ഫോളോ ചെയ്ത് ജീവിച്ചവരാണ്. അത് ഫോളോ ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, നേരത്തെ ഒരു ഭാഗം. ബാക്കി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെയും നിങ്ങളുടെ വരും തലമുറയ്ക്കും സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാകണം. ആ ഇടത്തിന് ഒരുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അയാളിൽ നിന്ന് വരുന്ന വാചകമാണോ നിങ്ങൾ ആ കേട്ടത്? അയാളോട് രാഹുൽ ഗാന്ധി പറഞ്ഞു അത്രേ, ഒരു സമരത്തിന് പരമാവധി ആൾക്കാരെ നിർത്തുക എന്നുള്ളതായിരിക്കുമല്ലോ ഏതൊരു സമര നായകന്റെ ഉത്തരവാദിത്വം. രാഹുൽ ഗാന്ധി അയാളോട്, വാച്ച് കെട്ടാത്ത രാഹുൽ ഗാന്ധി സമയമായി പൊയ്ക്കോ എന്ന് പറയുന്നിടത്ത് ഏതൊരു മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ട്, നിങ്ങൾക്ക് ഈ അടുത്ത ദിവസം അറിയാം, സുകുമാരൻ നായരുടെ പേരിൽ പച്ച കള്ളം പറഞ്ഞത് സുകുമാരൻ നായർ തന്നെ വന്ന് തിരുത്തിയിരുന്നു. നേരത്തെ കെ സുധാകരന്റെ പേരിൽ ഞാൻ കെ സുധാകരനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞു ഞാനല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന്. നേരത്തെ ഈ സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിവാദം വന്നപ്പോൾ സതീശൻ പച്ചക്കള്ളം പറഞ്ഞു, പിന്നീട് സുധാകരൻ വന്നത് തിരുത്തി പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ സന്ദർഭത്തിൽ ആവശ്യം രാഹുൽ ഗാന്ധി പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ സേഫായി. എന്നെ സേഫാക്കാൻ ആരെയാണോ ചാരേണ്ടത് അവരെ ചാരി
അങ്ങൊരു മറുപടി പറയുക. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. യഥാർത്ഥ കാപട്യമുള്ള മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ചാരി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തെക്കുറിച്ച് ആ നാട്ടിലെ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിലെല്ലാം ഒരാൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട സന്ദർഭമില്ല. തൻ്റെ സാന്നിധ്യം അവിടെ ആകണം, അല്ലെങ്കിൽ അവിടെ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കണം. ആ സമരത്തിലിരുന്ന ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. എത്ര താല്പര്യമില്ലാതെയാണ് അയാൾ അവിടെ ഇരുന്നത്. എന്തെല്ലാം ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ സുരേഷ് ഗോപി ചില പരിപാടികളിലൊക്കെ ചെന്നിരുന്ന്, ക്രിസ്ത്യൻസിൻ്റെയൊക്കെ വേദിയിൽ ചെന്നിരുന്ന് കുരുത്തോലയിൽ ഓലപ്പാമ്പുണ്ടാക്കി കളിക്കുന്ന അതേപോലെ തന്നെ ആ സമരവേദിയിൽ കേക്ക് മുറിക്കാൻ എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അയാൾക്ക് ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യമില്ലായ്മ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക, മേനോന്റെ ഉള്ളിൽ ഉള്ള സംഘപരിവാർ സ്നേഹം. അയാൾക്ക് സംഘപരിവാറുകാർക്കെതിരെ തൻ്റെ ദൃശ്യം പോലും പുറത്തു വന്നിട്ട് തനിക്കെതിരെ ഒരു അസഹിഷ്ണുത ഉണ്ടാകാതിരിക്കാൻ അയാൾ വലിയ കരുതലെടുക്കുന്നുണ്ട്. അതിന് ലീഗ് കൂട്ടാണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രവർത്തികൾ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് ക്യാബിനറ്റ് ഒരു ദിവസം മാറ്റിവെച്ച് അടുത്ത ദിവസം എടുത്താൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ക്യാബിനറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാറി നിന്നിട്ടും ഇന്ന് ഈ നമുക്ക് വീഡിയോയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ക്യാബിനറ്റ് കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞ് തടി തപ്പി, എന്നിട്ട് ഞാൻ പലരുമായിട്ട് അവിടെ പോയി ചർച്ച നടത്തിയത്രേ. എന്തിന്? നിങ്ങൾ തന്നെ ആലോചിക്കൂ, നിങ്ങൾ തന്നെ തിരിച്ചറിയൂ.